കഴിഞ്ഞ സീസണിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ നമ്മളെ വിട്ടുപോയിട്ടുള്ള വിദേശ താരങ്ങളുടെ നിലവിലെ അവസ്ഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിൽ നമ്മുടെ ക്യാപ്റ്റനായിരുന്ന മോണ്ടിനേഗ്രൻ താരം മിലോസ് ടെൻസിച്ച് 27 മത്സരങ്ങൾ നമുക്ക് വേണ്ടി കളിച്ചുവെങ്കിലും താരത്തെ സമ്മർ ക്ലബ്ബ് ഒഴിവാക്കി. തായ് പ്രീമിയർ ലീഗിലേക്കാണ് മിലോസ് പോയത്. തന്റെ പുതിയ ക്ലബിന് വേണ്ടി 7 മത്സരങ്ങൾ കളിച്ച മിലോസ് ഒന്നിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. നിലവിൽ ലീഗിൽ 5ാം സ്ഥാനത്താണ് മിലോസിന്റെ ക്ലബ്ബ്. സമ്മറിൽ ക്ലബ്ബ് വിട്ട മറ്റൊരു താരമായിരുന്നു ഗാനിയൻ സ്ട്രൈക്കർ ക്വാമെ പെപ്ര. ISL-ൽ 23 മത്സരങ്ങൾ കളിച്ച് 6 ഗോളുകൾ നേടിയ താരം സീസണിൽ 29 മത്സരങ്ങളിൽ നിന്നും 10 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് വിട്ട് കംബോഡിയൻ പ്രീമിയർ ലീഗിലേക്ക് ചേക്കേറിയ പെപ്ര മിന്നും ഫോമിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ ക്ലബിന് വേണ്ടി ഇതുവരെ 9 മത്സരങ്ങളിൽ നിന്നും 9 ഗോളുകൾ നേടിയ പെപ്ര ലീഗിലെ ടോപ്പ് സ്കോററാണ്. പെപ്രയുടെ നിലവിലെ ക്ലബ്ബ് ലീഗിൽ 1ാം സ്ഥാനത്താണ്. പക്ഷെ കംബോഡിയൻ പ്രീമിയർ ലീഗ് നിലവാരത്തിന്റെ കാര്യത്തിൽ ISL-നേക്കാൾ വളരെ താഴെയാണ്. സമ്മറിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ക്ലബ്ബ് വിട്ട താരമാണ് കഴിഞ്ഞ സീസണിലെ ടോപ്പ് സ്കോറർ കൂടിയായ ഹേസസ് ജിമിനസ്. ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോളിഷ് ലീഗിലേക്കാണ് താരം ചേക്കേറിയത്. എന്നാൽ ISL-ലെ ഫോം തുടരാൻ ജിമിനസിന് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ലീഗിന്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസമാവാം അതിനൊരു കാരണമായിട്ടുള്ളത്. ഇതുവരെ 10 മത്സരങ്ങളിലാണ് പുതിയ ക്ലബിന് വേണ്ടി ഹിമിനസ് കളിച്ചിട്ടുള്ളത്. 3 ഗോളുകൾ മാത്രമാണ് ഹിമിനസിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹിമിനസിനെ പോലെ തന്നെ ഹിമിനസിന്റെ ക്ലബിനും ഇപ്പോൾ മോശം സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ ലീഗിൽ 15ാം സ്ഥാനത്തുള്ള ക്ലബ്ബ് റെലഗേഷൻ ബാറ്റിൽ നേരിടുകയാണ്. ഇവരൊക്കെ സമ്മറിൽ ക്ലബ്ബ് വിട്ടവരാണെങ്കിൽ കഴിഞ്ഞ ജനുവരിയിൽ ക്ലബ്ബ് വിടേണ്ടി വന്ന താരമാണ് അലക്സാണ്ടർ കോയ്ഫ്. ഫ്രഞ്ച് ലീഗിലേക്കാണ് താരം ചേക്കേറിയത്. പുതിയ ക്ലബിന് വേണ്ടി 8 മത്സരങ്ങൾ കളിച്ച കോയ്ഫ് 4 ക്ലീൻ ഷീറ്റുകൾ നേടിയിട്ടുണ്ട്. ഒരു മത്സരത്തിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ട താരങ്ങളിൽ ISL-നേക്കാൾ നിലവാരം കൂടിയ ലീഗിൽ കളിക്കുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുന്ന താരമാണ് കോയ്ഫ്.